സത്യം പറഞ്ഞാൽ ഈ RTX ഇറങ്ങിയപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് VS-Strom നശിക്കുമെന്നാണ്. VS-Strom 250 എടുത്ത് കുഴിയിലോട്ട് ഇട്ടാൽ മതി എന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ വണ്ടിക്കാണ് കോളടിച്ചത്. RTX ചുമ്മാ ചവറ് പോലെ ഒരു ക്വാളിറ്റി വാറണ്ടി ഇല്ലാത്ത രീതിയിൽ ചുമ്മാ അങ്ങോട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ക്വാളിറ്റി കമ്പനി അങ്ങ് എന്താ പറയുക, എട്ടിൻ്റെ പണിയാണ് കമ്പനിക്ക് കിട്ടിയത്. സ്വാഭാവികമായിട്ടും ബൾക്ക് കണക്ക്. അപ്പോൾ വെൽക്കം ബാക്ക്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഫുള്ളായിട്ടിരുന്ന് കാണണം. കാരണം എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ചാനലിൽ ഒരു 80% 85% ആൾക്കാരും ബൈക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ വീഡിയോ കാണുന്നത്, ബൈക്കിന് ഇഷ്ടപ്പെടുന്നത്, റൈഡിങ്ങിന് ഇഷ്ടപ്പെടുന്നത്. ഒരുപാട് നാളിന് ശേഷം നമ്മുടെ ബൈക്കിംഗ് കമ്മ്യൂണിറ്റി വീണ്ടും പഴയതുപോലെ തിരിച്ചു വരുന്നുണ്ടോ എന്നൊരു ചെറിയൊരു ഡൗട്ട്. എനിക്ക് തോന്നുന്നു 2022 ശേഷം ബൈക്കിംഗ് ആ ഒരു ഫീൽഡ് കുറച്ച് മങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അത് വീണ്ടും ആൾക്കാർ ബൈക്ക് വാങ്ങാൻ തുടങ്ങി, റൈഡ് ചെയ്യാൻ തുടങ്ങി. കാറിലോട്ട് മാറിയ ആൾക്കാർ പോലും ബൈക്കിങ്ങിലോട്ട് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നു. കാര്യം ഷോറൂമിലൊക്കെ അത്യാവശ്യം നല്ല സെയിൽസും, കാരണം CVS-ലാണെങ്കിലും KTM-നാണെങ്കിലും ഹോണ്ടയ്ക്ക്, യമഹയ്ക്ക് എല്ലാം ഒരുപാട് വണ്ടികൾ ഇനി വരാൻ കിടക്കുന്നു. ഇപ്പം ഞാൻ പറയാൻ വന്ന ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത്, RTX വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർ, ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ എന്തിനാണ് നിങ്ങൾ നിൽക്കുന്നത്? ആ വണ്ടി വാങ്ങരുത് എന്നൊക്കെ ഒരുപാട് പേര് പറയും. സംഭവം അതിനെ ഞാൻ വിമർശിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ അല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ. അത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചു, എന്തിനാണ് RTX ഇത്രയും വെയിറ്റ് ചെയ്തെടുക്കാനുള്ള ഹൈപ്പിനുള്ള സാധനം ഉണ്ട് ആ വണ്ടി. എനിക്ക് ഓടിച്ച് നോക്കിയപ്പം അസാധാരണമായിട്ടുള്ളൊരു വണ്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ ഒരു വണ്ടി. തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു വണ്ടിയാണ് RTX. നല്ല കംഫർട്ടുള്ള വണ്ടിയാണ്, നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമുക്കൊരു മിനി പാവപ്പെട്ടവൻ്റെ ട്രയംഫ് ടൈഗർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു വണ്ടിയെ വിളിക്കാം, അല്ലെങ്കിൽ ആഫ്രിക്ക ടിൻ എന്ന് വിളിക്കാം. സോ വണ്ടി നല്ലതാണ്, നൈസാണ്. പക്ഷേ ഇത്രയും 7 മാസം 8 മാസം ഓരോരുത്തർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്, ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. 8 മാസമായിട്ട് വണ്ടി എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? ഇങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട. ഒരുപാട് പേര് ക്യാൻസൽ ചെയ്ത്. സത്യം പറഞ്ഞാൽ ഈ RTX ഇറങ്ങിയപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് VS-Strom നശിക്കുമെന്നാണ്. VS-Strom 250 എടുത്ത് കുഴിയിലോട്ട് ഇട്ടാൽ മതി എന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ വണ്ടിക്കാണ് കോളടിച്ചത്. എനിക്ക് തോന്നുന്നു ഈ ഭൂരിഭാഗം ആൾക്കാരും ഈ വണ്ടി ക്യാൻസൽ ചെയ്ത് നേരെ VS-Stromലോട്ടാണ് പോയത്. അത് കഴിഞ്ഞ് ADV 390ലോട്ടും പോയവരുണ്ട്, പിന്നെ ട്രയംഫ് സ്ക്രാംബ്ലറിലോട്ടും പോയവരുണ്ട് കൂടുതലും. അപ്പം RTX എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ സത്യം പറയാം, ഉള്ള കാര്യം പറയാമല്ലോ, ഒരു ഭൂരിഭാഗം ആൾക്കാരിപ്പം ക്ഷമ കെട്ട് ക്യാൻസൽ ചെയ്തു. ക്യാൻസൽ ചെയ്തവരോടും എനിക്കൊന്നും പറയാനില്ല, ബുക്ക് ചെയ്തവരോടും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാര്യം TVS-ൻ്റെ ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു സംഭവത്തെ. TVS-ൻ്റെ നല്ലൊരു പ്ലസ് പോയിൻ്റായിട്ട് മാത്രമേ ഈ വെയിറ്റിംഗ് പീരീഡിനെ, 8 മാസത്തെ പീരീഡിനെ ഞാൻ കാണുന്നുള്ളൂ. കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്തോട്ട് പോയ സമയത്ത്, അതിന് മുമ്പ് തലേ ദിവസം ഞാൻ കൊല്ലത്തോട്ട് പോയ സമയത്തും ഒരുപാട് ഒലയുടെ ഷോറൂം ഞാൻ കണ്ട്. ഒലയുടെ ഷോറൂം കണ്ടപ്പോഴാണ് ഞാനിങ്ങനെ ചിന്തിച്ച്, വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചിന്തിക്കാമല്ലോ. ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒല ഒരു മോശം കമ്പനി ആയതുകൊണ്ട് നശിച്ചതല്ല. പ്രത്യേകിച്ച് ഒരു ബൈക്ക് ഫീൽഡിൽ, മോട്ടോർ സൈക്കിള് വാഹന ശ്രേണിയിൽ ഒരു ബന്ധമില്ലാത്ത ക്യാബ് ഉണ്ടായിരുന്നു അവർക്ക്. പക്ഷേ വണ്ടി ഒരു അനങ്ങുന്ന സാധനത്തിനോ, ഒരു എൻജിനീയറിങ് ചെയ്തൊരു വണ്ടി, ഒരു വാഹനത്തിനോട് ഒരു രീതിയിലും ബന്ധമില്ലാത്ത കമ്പനി. നല്ലൊരു വണ്ടിയായിരുന്നു ഓല S1 Pro ഒക്കെ എന്ന് പറയുന്നത്. നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ വണ്ടിക്ക് ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ആദ്യം വന്നു, പിന്നെ അത് പരിഹരിച്ചു. പിന്നെ പരിഹരിച്ചതിൻ്റെ ഹൈപ്പിൽ വണ്ടി ബൾക്ക് കണക്കിനാണ് വിറ്റുപോയത്. ബാറ്ററിയും മോട്ടറും വെച്ച് കൊടുത്തങ്ങ് വിടുമായിരുന്നു വണ്ടി. ഗ്ലിച്ചസ്, വണ്ടി കത്തിപ്പോകൽ, ആദ്യ സമയത്ത് കത്തിപ്പോകലുണ്ടായിരുന്നു. പിന്നെ വണ്ടിക്ക് ചുമ്മാ കംപ്ലൈൻറ്റ് നിന്ന് പോവുക, അങ്ങനെ കംപ്ലൈൻറ്റിൻ്റെ ഒരു ഘോഷയാത്രയായിരുന്നു ഒലയ്ക്ക്. അപ്പോൾ ഒലയെ സംബന്ധിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ കമ്പനി അങ്ങ് എന്താ പറയുക, 8ൻ്റെ പണിയാണ് കമ്പനിക്ക് കിട്ടിയത്. സ്വാഭാവികമായിട്ടും ബൾക്ക് കണക്കിന് പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് മിസ്റ്റേക്കുകൾ എന്തായാലും വരും. ആ മിസ്റ്റേക്ക് വന്നത് കെട്ടിക്കണക്കിന് കിടക്കുകയാണ്. ഒരുപാട് ഷോറൂം പൂട്ടിപ്പോയി. ഷോറൂമൊക്കെ പായലും കാടും കയറി കിടക്കുന്നത് കണ്ടപ്പം, അങ്ങനെ വലിയ കാടൊന്നുമല്ല, ഹൈവേയുടെ സൈഡിൽ ഇങ്ങനെ ഒരു അനാഥ പ്രേതം പോലെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി TVS ചെയ്യുന്നത് എന്തുകൊണ്ടും ശരിയാണ്. TVS-ൻ്റെ 2 ലക്ഷം രൂപയ്ക്ക് താഴെ 300 cc 390 കിടപടിക്കുന്ന ഒരു ADV മോട്ടോർ സൈക്കിൾ, നല്ല കംഫർട്ട്, ഒരു രീതിയിലും കോംപ്രമൈസ് ഇല്ലാത്തൊരു വണ്ടി, പുതിയൊരു എൻജിൻ TVS പുറത്തിറക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും ഒലയ്ക്ക് വന്ന അതേ ഒരു അവസ്ഥ ഈ വണ്ടിക്കും വന്നേനെ. ഒലയ്ക്ക് മാത്രമല്ല, പഴയ ചരിത്രം എടുത്തു നോക്കാനാണെങ്കിൽ റോയൽ എൻഫീൽഡ് ക്ലാസിക്കിന് ഈ സെയിം അനുഭവം വന്നിട്ടുണ്ട്. വണ്ടി ഒരുപാട് ഇറങ്ങിയപ്പോൾ കംപ്ലൈൻറ്റ് വന്ന് ആ ബ്രാൻഡിന് തന്നെ വലിയൊരു
പേരുദോഷം വന്നു. ഇപ്പം 650 ഗൊറില്ലയൊക്കെ വന്നപ്പോഴാണ് അത് ചെറുതായിട്ടൊന്ന് തിരിച്ചു പിടിച്ചത്. NS200 ആ ഒരു സെയിം ഇഷ്യൂ വന്നിട്ടുണ്ട്. R15 V3 ചെറിയ രീതിയിൽ വന്നിട്ടുണ്ട്. സോ എന്താണ് പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ RTX ചുമ്മാ ചവറ് പോലെ ഒരു ക്വാളിറ്റി വാറണ്ടി ഇല്ലാത്ത രീതിയിൽ ചുമ്മാ അങ്ങോട്ട് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ, ക്വാളിറ്റി ഇല്ലാത്ത ആ ചിപ്സെറ്റും ECUM ഒക്കെ വെച്ച് റെഡിയാക്കി വിട്ട് കഴിഞ്ഞാൽ, ഇപ്പം യുദ്ധമൊക്കെ നടക്കുന്നതുകൊണ്ട് ECM-ഉം എന്താ പറയുക കണ്ടൻസറൊക്കെ കിട്ടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ ഇന്ത്യൻ മെയ്ഡായിട്ടുള്ളയോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാത്തൻ കമ്പനിയുടെയൊക്കെ പാർട്സും കാര്യങ്ങളൊക്കെ വെച്ച് ഈ വണ്ടി കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ വഴിയിൽ നിൽക്കും, എഞ്ചിന് പണിയാവും. ഇപ്പം തന്നെ RTXന് ചെറിയ ക്വാളിറ്റി ഇഷ്യൂസൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ചെറിയ അതൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാ വണ്ടിക്കും വരാം. എല്ലാ കമ്പനികളുടെ വണ്ടിയും മേ ബി വരാം എന്നൊക്കെയുള്ള, അത് വണ്ടിയല്ലേ, പണി എന്തായാലും ചെറിയ രീതിയിലൊക്കെ വരും. അതൊക്കെ നമ്മൾ സഹിച്ചെടുത്തുള്ളൂ. പക്ഷേ ഈ വഴിയിലൊക്കെ നിന്ന് പോവുക, കത്തിപ്പോവുക എന്നൊക്കെയുള്ള വിഷയം വരാതിരിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയെ മാക്സിമം അവർ ക്വാളിറ്റിയിൽ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാകണം ഇത്രയും ഹെവി ലോഡ് ബുക്കിംഗാണ് RTXന് വന്നേക്കുന്നത്. സോ അത്രയും ഇഷ്യൂസ് ഒഴിവാക്കി എന്താ പറയുക, ആ വണ്ടി പെർഫെക്റ്റായിട്ട് നമ്മുടെ മാർക്കറ്റുകളിൽ കസ്റ്റമറിൻ്റെ പേര് അലോട്ട് ചെയ്തിട്ടാണ് വണ്ടി അവിടുന്ന് ഫാക്ടറിയിൽ നിന്ന് വിടുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. സോ RTX ഈസ് ആൻ ബെറ്റർ വാല്യൂ ഫോർ മണി, നോട്ട് ആൻ എക്സ്ട്രാ ഓർഡിനറി ബൈക്ക്. നല്ല വണ്ടി തന്നെയാണ്, തീർച്ചയായിട്ടും ഒരു തർക്കവും വേണ്ട. നിങ്ങൾ ബുക്ക് ചെയ്ത് 7 മാസം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ ക്യാൻസൽ ചെയ്യരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇത്രയും നാളും വെയിറ്റ് ചെയ്തെങ്കിൽ കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ബുക്ക് ചെയ്ത വണ്ടി നിങ്ങൾക്ക് എന്തായാലും കിട്ടും. പിന്നെ ചില ആൾക്കാർ മാനസികമായി ബുദ്ധിമുട്ടി ആ വണ്ടി ഞാൻ എന്തിനാണ് ഇത്ര നാളും വെയിറ്റ് ചെയ്ത്, ഞാൻ അത്ര ആഗ്രഹിച്ചിരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ് ആ വണ്ടി വെറുത്ത് ക്യാൻസൽ ചെയ്യുന്നവരുണ്ട് RTXനെ. സോ അവരോടും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാര്യം അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അത് ശരിയാണ്. സോ നിങ്ങൾക്ക് അത്ര അതുകൊണ്ട് തന്നെ TVS ചെയ്യുന്നത് നല്ലൊരു കാര്യം തന്നെ ആയിരിക്കും. വണ്ടി മാക്സിമം ക്വാളിറ്റിയിൽ നിരത്തിറക്കി ആ ബുക്ക് ചെയ്ത ആ ഹെവി കസ്റ്റമേഴ്സിനെ മാക്സിമം അവർക്ക് വണ്ടി കൊടുത്ത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒഴിവാക്കിയാൽ മാത്രം പോരാ, സർവീസും കൂടെ ബെറ്റർ ആക്കണം. സോ അതാണ് ശരി, അതാണ് അതിൻ്റെ ശരി. പിന്നെ ഇത്രയും ഡിലേ ആക്കേണ്ട കാര്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എന്തെങ്കിലും ഇന്ത്യനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസും അല്ലെങ്കിൽ പാർട്സ് ഷോർട്ടേജൊക്കെ കാണാം മാനുഫാക്ചർ ചെയ്യാനായിട്ടുള്ള, അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ ഇത്രയും ഷോർട്ട് ആവാൻ ഒരു വഴിയില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുത്തു വിട്ട് കംപ്ലൈൻ്റ് ആയി അതിനേക്കാളും നല്ലതല്ലേ നല്ല ക്വാളിറ്റിയിൽ വണ്ടി കിട്ടുന്നത്. സോ ഈ RTX ബുക്ക് ചെയ്ത് V-Strom എടുത്ത ആൾക്കാർക്കും നഷ്ടം വരാനില്ല. V-Strom നല്ലൊരു വണ്ടിയല്ലേ, ഇത്രയും ഗിമിക്കൊന്നും ഇല്ലെന്നേ ഉള്ളൂ, ഇത്രയും ഫീച്ചേഴ്സ് ഇത്രയും പവറൊന്നും ഇല്ലെന്നേ ഉള്ളൂ. ADV എടുത്ത ആൾക്കാർ കുറച്ച് പൈസ കൂടുതൽ കൊടുക്കുമ്പോൾ അതിനേക്കാളും നല്ലൊരു വണ്ടിയും കിട്ടും. നല്ലൊരു വണ്ടി നല്ല കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ രണ്ടുമൊന്നല്ലേ. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും.